കോഴിക്കോട് ബേപ്പൂരിൽ കാരുണ്യ മറൈൻ ആംബുലൻസിന് ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാൻ തയ്യാറാകാതെ കരാർ കമ്പനി 6 മാസമായി ഫിറ്റ്നസ് പുതുക്കാത്തതിനാൽ രക്ഷാപ്രവർത്തനത്തിനായി പോകേണ്ട ആംബുലൻസ് തീരത്ത് നോക്കുകുത്തിയായി നിൽക്കുന്നു. കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ തൊഴിലാളികൾ തന്നെ രംഗത്തിറങ്ങേണ്ട സ്ഥിതിയെന്ന് പരാതി. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബേപ്പൂർ പടിഞ്ഞാറ് 10 നോട്ടിക്കൽ അകലെ ആയിഷ 1 ബോട്ടിലെ 4 തൊഴിലാളികൾക്ക് ശ്വാസതടസ്സം നേരിട്ടത്. അപകടത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് തീരത്തെത്തിക്കാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ അന്ന് പാടുപെട്ടു. ആ സംഭവത്തിൽ 2 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. അപകട വിവരം ഫിഷറീസ് അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും മറൈൻ ആംബുലൻസ് പുറപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ബദൽ രക്ഷാ സംവിധാനം ഒരുക്കിയതുമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് നഷ്ടം എന്നല്ലാതെ വേറൊന്നല്ല. വലിയൊരു അപകടം സംഭവിച്ചില്ലേ? ഈ സംഭവിച്ചതിന് ശേഷം എന്താണ് ഇവർ ചെയ്തത്? ഇപ്പോൾ സേഫ്റ്റി എന്ന് എഴുതി വെച്ചെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല. ഇപ്പോൾ ഇവിടെ അന്വേഷണം എന്താ പറയുന്നത്? ഇതിനെന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, കംപ്ലയിൻറ്റ് നമ്മൾ തീർക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ ആകെ വിഷമത്തിലാണുള്ളത്. ഇപ്പം കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾക്ക് അറിയാം, മത്സ്യത്തിൻ്റെ ലഭ്യത ആകെ കുറഞ്ഞ് ഇപ്പം ചൂട് വന്നിട്ട് മത്സ്യം ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാം കൊണ്ടും മത്സ്യത്തൊഴിലാളികൾ തീരദേശത്തെ എല്ലാവരും ബോട്ട് ഉടമകളും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ആകെ വിഷമത്തിലുള്ളത്. മലബാർ തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി 2021 ജനുവരിയിലാണ് കാരുണ്യ ബേപ്പൂരിൽ എത്തിച്ചത്. കഴിഞ്ഞ നവംബറിലാണ് ബേപ്പൂരിലെ മറൈൻ ആംബുലൻസിന്റെ ഫിറ്റ്നസ് കാലപരിധി കഴിഞ്ഞത്. ഇതിനിടെ എഞ്ചിന് തകരാറുണ്ടായി ആംബുലൻസിന്റെ വേഗവും കുറഞ്ഞു. 6 മാസമായി ആംബുലൻസ് ഉപയോഗിക്കുന്നില്ല. ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ് ആംബുലൻസ് എന്ന് തൊഴിലാളികൾ പറയുന്നു. അല്ല, റെഡിയാക്കാനൊക്കില്ല. റെഡിയാക്കുന്നതിൽ അവിടെ യാർഡ് ഒഴിയേണ്ടമായിരുന്നു. യാർഡിൽ സ്ഥലം കിട്ടുന്നില്ല. അതും ഗവൺമെന്റ് യാർഡിൽ കൊണ്ടുപോകാനൊക്കത്തുള്ളത്, അല്ലാതെ പ്രൈവറ്റ് യാർഡിൽ കൊണ്ടുപോകാനൊക്കത്തില്ല. എല്ലാം ഉണ്ട്. ഒരുപാട് കാലത്ത് 5 കൊല്ലത്തെ ആനുവൽ സർവേ നടത്തണം. അതിന് എല്ലാ ഭാഗവും വേണം. പ്രൊപ്പല്ലർ തൊട്ട് എഞ്ചിൻ തൊട്ട് എല്ലാം ചെയ്യണം. സൂപ്പർ സ്ട്രക്ചർ തൊട്ട് എല്ലാം ചെയ്യണം. ഘട്ടപ്പുറത്തായ ആംബുലൻസിന് പകരം താൽക്കാലിക രക്ഷാബോട്ടോ മറ്റു അടിയന്തര സംവിധാനങ്ങളോ സജ്ജമാക്കിയിട്ടില്ല. അനാസ്ഥ ഇനിയും തുടർന്നാൽ കടലിൽ വെച്ചുണ്ടാകുന്ന അത്യാഹിതങ്ങളിൽ മനുഷ്യജീവനുകൾ പൊലിയും. വിഷയം അടിയന്തര ശ്രദ്ധ നൽകി പരിഹരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കടലിൽ വെച്ച് അപകടപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ആംബുലൻസാണ് കാരുണ്യ. എന്നാൽ കാരുണ്യ ആംബുലൻസ് സർവീസിന് 6 മാസമായി ഫിറ്റ്നസ് പോലുമില്ല. അതിനാൽ തന്നെ അധികാരികൾ ഈ കാര്യത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ പൊലിയും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.